ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് രാവിലെ ഇപ്പം ഇവിടെ ഇപ്പോൾ 6:45 പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ബാഗൊക്കെ ഇട്ടിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഗ്രാജുവേഷൻ വ്ളോഗാണ്. ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യാണ്. അപ്പം മുഖത്ത് എണീറ്റിട്ട് ഫുൾ മുഖം കഴുകി ഇങ്ങനെ ഇതായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഉറക്കത്തിൻ്റെ വക്കിലിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഗ്രാജുവേഷൻ വ്ളോഗാണ്. ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യാണ് ഫൈനലി. സോ നമുക്കിന്ന് റെഡി ആവാൻ പോകണം. അപ്പം അമ്മയൊക്കെ വരിക, അപ്പം എല്ലാം ഉണ്ട്. ഇന്ന് കുറച്ച് കലാപരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് വന്നെങ്കിൽ കലാപരിപാടികളെല്ലാം കാണിക്കാമെന്ന്. അപ്പോൾ നമുക്ക് പോയിട്ട് അതൊക്കെ ചെയ്തിട്ട് ഞാൻ മുടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സലോണിൽ പോകണം. അതിനാണ് വേണ്ടിയിട്ട് ഇത്ര രാവിലെ എണീറ്റത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെയാണ് റെഡിയായി കഴിഞ്ഞു. ഒരു ഓട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൻ ഓട്ടമാണ്. ഫുൾ കഥ ഞാൻ തിരക്കൊക്കെ കഴിയുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് റെഡി അയക്കുന്നത്. ഇപ്പോൾ നമ്മൾ കോളേജിലേക്ക് പോകാൻ നിൽക്കുകയാണ്. എല്ലാം ആയിട്ട് അവിടെ ചെത്തിട്ട് കാണിക്കാം. ശരിടാ, ഓക്കേടാ. ഇന്ത്യ ലുക്ക് ആയിട്ടുണ്ട്. എന്ത് തോന്നുന്നു? ആശ്വാസം. കഴിഞ്ഞു. Last time, guys. One last time. One last time. One second. ഇത് കുതിരാലോ അല്ലേ? Master's program. We at Christ University are honored to have you all here. I am Stalin Arnold, faculty from the School of Law, the MC for this convocation. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്ന ആൾക്കാരുടെ പ്രൊസഷൻ. ദാറ്റ് ഈസ് വൈസ് ചാൻസലർ, പ്രോ VC, അങ്ങനെ കുറേ പേരുണ്ട്. ഞങ്ങളുടെ ഡീന്, HOD, ഡയറക്ടർ എല്ലാവരും ഉണ്ടാവും. അങ്ങനെ ഫുൾ ഫാക്കൽറ്റി ഒക്കെ ആയിട്ടാണല്ലോ നമുക്ക് ഇത് കാർഡ് തരുന്നത്. കാർഡല്ലല്ലോ സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പോൾ അതാണ് ഈ സംഭവം. ഓക്കേ. ആദിത്യ ബിസ്വാൽ, അനന്യ, സുഹേൽ, സഞ്ജയ്, മോഹിത്, വിരാജ്, മാദിയ, പ്രിയങ്ക മഹേഷ് റുസ്തംകോ, വിഷ്ണു ചരൺ S, രണിക S, അങ്ങനെ നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് Candidates of Master of Law, Corporate Commercial Law, ഓഡിറ്റോറിയത്തിലാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയാം. taking responsibility for my actions and respecting the rights. ഈ കോലം കണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ മാലയും ഈ ടീഷർട്ടും ഈ കമ്മലൊക്കെ ഇട്ടിട്ട് എന്ത് തോന്നുന്നു? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഹോൾ കഥ ഞാൻ പറഞ്ഞുതരാം. ഗ്രാജുവേഷന് രാവിലെ ആയിരുന്നു പോകേണ്ടത്. അപ്പം ഞാനാണെങ്കിൽ മുടി സെറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് രാവിലെ പോയിട്ട് നിങ്ങൾ കണ്ടല്ലോ
മുടി സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കര ലേറ്റായി. ആൻഡ് എൻ്റെ കോളേജിൽ ഞങ്ങൾ ലേറ്റായി കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ കോൺവെക്കേറ്റ് ചെയ്യുന്നതിന് ചിലപ്പോൾ സമ്മതിക്കത്തില്ല. അത് നല്ല അത്യാവശ്യം സ്ട്രിക്റ്റാണ്. അപ്പോഴത്തേക്കും അവസാനം എന്തൊക്കെയൊക്കെയോ വെപ്രാളൊക്കെ പിടിച്ച് അത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ പറ്റുന്നില്ല, ഇങ്ങനെ പറ്റുന്നില്ല. ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ചത്തു. ഞാൻ ഓർത്ത് തീർന്ന് ഇന്നിനി കോൺവെക്കേഷൻ നടക്കില്ല എനിക്ക്. കാരണം ഞാൻ സമയത്തിട്ട് കോളേജ് എത്താൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഉറപ്പായിരുന്നു കേട്ടോ. കിതച്ചുകൊണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ പ്ലാനിൽ ഞാൻ അവിടെ പോയിട്ട് അമ്മയുടെ അടുത്ത് അവിടെ പോയിട്ട് സാരി ഉടുക്കാനായിരുന്നു. പക്ഷെ പിന്നെ മാറ്റി അമ്മ എൻ്റെ സ്ഥലത്തേക്ക് വന്നിട്ട് അമ്മ അപ്പയും കൂടെ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗം സാരി കൊടുത്ത് ഞാൻ മേക്കപ്പൊക്കെ എൻ്റെ പറ്റി സാരി എടുക്കുന്ന സമയത്ത് കണ്ണെഴുതുന്നു, സാരി എടുക്കുന്ന സമയത്ത് കണ്ണിൻ്റെ ഈ ഭാഗം ഇടുന്നു, അവിടുന്ന് ഇടുന്നു. അവസാനം ഞാൻ ഓർത്ത് ഞാൻ ലെൻസ് ഇട്ടില്ല, ഇതിപ്പോൾ ഞാൻ ലെൻസ് ഇട്ടിട്ടുണ്ടോ നിങ്ങൾക്കറിയാലോ. എന്നിട്ട് അവസാനം ഞാൻ ലെൻസ് ഇട്ടിട്ട് കണ്ണിന്ന് മൊത്തം വെള്ളം വന്ന് ഫുൾ മേക്കപ്പ് ഒലിക്കുന്നു. ഇങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെൻഷൻ അടിച്ച അവസാനം നമ്മൾ ഓർത്ത് നോക്കി 2 പ്രമാണിച്ച് കോളേജിൽ പോകും. അപ്പോൾ ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ കാറ് പാറി വിട്ട് അവസാനം കോളേജിൽ കയറി എത്തിയ സമയത്ത് അവർ അറ്റൻഡൻസ് എടുക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ അറ്റൻഡൻസ് എടുത്ത് കയറി റോബ് മറ്റേ നമ്മുടെ ഗ്രാജുവേഷൻ്റെ റോബും തൊപ്പിയൊക്കെ തന്നു. തൊപ്പി വലിച്ചെറിയാൻ പാടില്ല, തൊപ്പി അങ്ങനെ തൊടാൻ പാടില്ല, തൊപ്പി ഇങ്ങനെ തൊടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, കൂവാൻ പാടില്ല, അങ്ങനെ 100,000 പ്രിൻസിപ്പൾസ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിൽ കിടന്നുറങ്ങി. അതാണ് ആ ദൃശ്യം നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നു. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ കയറി കടന്ന് കുറച്ച് നേരം കിടന്ന് തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ഗ്രാജുവേഷൻ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എണീറ്റ് ഞങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്തു. ഗ്രാജുവേഷൻ പോകുന്ന സമയത്തൊക്കെ ടെൻഷനാട്ടോ എനിക്ക്. തീർന്നു 5 വർഷത്തെ കഷ്ടപ്പാടാണ് ഇപ്പോൾ കിട്ടാൻ പോണേ. ഫൈനലി 5 വർഷത്തെ കഠിന പ്രയത്നം എന്ന് തന്നെ പറയണം. കഠിന പ്രയത്നം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ അടുത്ത തിരക്ക് 1500 പിള്ളേരുടെ ഗ്രാജുവേഷൻ ആയിരുന്നു. അപ്പോൾ അത്രയും 1500 പേരുടെ പാരൻസും റിലേറ്റീവ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കോളേജ് ഇങ്ങനെ നിറഞ്ഞ് കൂമ്പാരമായിട്ടാണ് നിന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി. ഞാൻ അപ്പയും അമ്മയും കൂടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പയും അമ്മയ്ക്ക് ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു വന്നത്. അവരല്ലേലും എപ്പോഴും എല്ലാ പരിപാടിക്കും എരുപടിയായിട്ടാണ് വരാറ്. സോ ഞാൻ പറയേണ്ട ആവശ്യം പോലും അവർ അടിപൊളിയായിട്ട് വന്നോളും, എനിക്കതിലൊരു സംശയമില്ല. അങ്ങനെ വന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് എൻ്റെ സാരിയുടെ മര്യാദയ്ക്കൊരു എന്താ പറയുക ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. മര്യാദയ്ക്ക് ഞാൻ തപ്പണം പോയിട്ടിനി. ഇവിടെ വന്ന് ഞാൻ വേഗം 2-3 വീഡിയോ എടുത്തിട്ട് ഞാൻ വേഗം എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ സാരി ഊരി കഴിഞ്ഞ് വെച്ചപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് നിങ്ങളോട് ഞാൻ സംസാരിച്ചില്ലല്ലോ എന്ന്. അപ്പം ഞാൻ ഓർത്തത് സാരമില്ല, ടീഷർട്ട് ഇട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ തന്നെ വന്നേ. നിങ്ങൾ എന്നെ ഈ രീതിയിലും ആ രീതിയിലും കണ്ടിട്ടില്ല. അപ്പോൾ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഗ്രാജുവേറ്റായി. ഇനി ഞാൻ വെറും നേഹ മാത്യു അല്ല, ഐ എം അഡ്വക്കേറ്റ്സ് നേഹ മാത്യു. ഓക്കെ, ലോയർ നേഹ മാത്യു. എന്തിനോ തിളയ്ക്കുന്ന പറഞ്ഞു അങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഗ്രാജുവേഷൻ കഴിഞ്ഞു. എല്ലാവരുടെ പാരൻസോടൊക്കെ സംസാരിച്ച് അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ ശരിക്കും ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പം ബി റെഡി. അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. ഗ്രാജുവേഷൻ വീഡിയോ കാണുക. ഞങ്ങളുടെ അടുത്ത ഗ്രാജുവേഷൻ എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തായാലും see you in the next vlog. Bye bye.